ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും ഉച്ചത്തെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പറായിട്ട് സൈഡായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിവേപ്പില പൊടിയാണ് കേട്ടോ. ഒരുപാട് നാൾ നമുക്കിത് കേടാകാതെ സൂക്ഷിക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓള് മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ആ ഓള് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ ഈ കറിവേപ്പില പൊടി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു കൈപ്പിടി നിറയെ തന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് അതിൽ കംപ്ലീറ്റ് വെള്ളവും മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ളൊരു ബൗളാണ്. ആ ബൗളിൽ പകുതി അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് എടുക്കുന്ന അതായത് നമ്മുടെ അളവിനനുസരിച്ചിട്ട് നമ്മുടെ കറിവേപ്പിലയുടെ അളവ് കൂട്ടാവുന്നതാണ്. അപ്പോൾ ഇതിന് കുറയ്ക്കാൻ വേണ്ടി നിൽക്കണ്ട. ഒരുപാട് കുറഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു അളവിൽ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ഉണ്ടാവുള്ളൂ. അതിൻ്റെ പേരിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കഴുകി വൃത്തിയാക്കിയ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റി കഴിഞ്ഞാൽ ഇനി എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം മാത്രം ഒരേ ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർക്കാവുന്നതാണ്. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അതായത് നമ്മുടെ കറിവേപ്പിലേക്ക് ഒന്ന് മുരിഞ്ഞ് കിട്ടണം കേട്ടോ. ആ ഒരു രീതിക്ക് നമുക്കൊന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അതൊന്ന് മുരിഞ്ഞ് കിട്ടിക്കോളും. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി നിൽക്കേണ്ടെങ്കിൽ പിന്നെ ആ ഒരു ചില സ്ഥലങ്ങളിലെല്ലാം അത് കരിഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാകും കേട്ടോ. അതിൻ്റെ പേരിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഒരുപാട് എണ്ണ ചേർക്കരുത്, കാരണം നമുക്കിത് ഒരുപാട് നാൾ കേടാകാതെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരുപാട് എണ്ണ കൂടുതൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ആ എണ്ണയുടെ ചെറിയൊരു വാടിയൊരു സ്മെല്ല് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വരാതിരിക്കാനാണ് എണ്ണ ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം, അതായത് നമ്മൾ സെർവ് ചെയ്യാൻ സമയത്ത് നമുക്ക് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് മാത്രം എണ്ണ ചേർത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. സാധാരണ നമ്മൾ കറിവേപ്പില കറികളിൽ മാത്രമാണ് ചേർക്കാറുള്ളത്. പക്ഷേ കറിവേപ്പില വെച്ചിട്ട് നമുക്ക് ഒരുപാട് റെസിപ്പികൾ ഫുള്ളും ഇതുപോലെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് കറിവേപ്പില വെച്ചിട്ട് ഒരുപാട് റെസിപ്പികൾ തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഞാൻ മുന്നേ കറിവേപ്പില അച്ചാർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അതുപോലെ ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ അതുപോലെ ഒരു കറിവേപ്പില അച്ചാർ തയ്യാറാക്കി നോക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാകും കേട്ടോ. ഞാൻ എൻ്റെ ലിങ്ക് വന്നിട്ട് പിൻഡ് കമൻറ്റായിട്ട് കൊടുത്തിരിക്കാം. ഒരല്പസമയം നമ്മളൊന്ന് വറുത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ കറിവേപ്പിലേക്ക് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടും കേട്ടോ. അതായത് ഇതുപോലെ ഈ ചിലിജിലാന്നുള്ള ആ ഒരു സൗണ്ടെല്ലാം കേൾക്കും. അപ്പോൾ തന്നെ നമുക്ക് അറിയാവുന്നതാണ് കൈവച്ച് ഒന്നും പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിഞ്ഞ് കിട്ടുമെന്ന്. അപ്പോൾ നമ്മളിതിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതിപ്പോൾ വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതിങ്ങനെ കുഴഞ്ഞ് കിട്ടുമെന്നല്ലാതെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ മുരിഞ്ഞ് കിട്ടില്ല. പിന്നെ നമ്മളിതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കറിവേപ്പില കഴുകിയെടുത്ത ഉടനെ തന്നെ ചേർക്കാൻ വേണ്ടി നിൽക്കരുത്. എങ്കിൽ പിന്നെ എല്ലാ കറിവേപ്പില ഇങ്ങനെ പരസ്പരം യോജിച്ചിരിക്കില്ലേ, ഒന്ന് കൂട്ടിപ്പിടിച്ചിരിക്കില്ലേ. അപ്പോൾ എങ്കിൽ പിന്നെ നമ്മൾ വറുത്തെടുക്കുന്ന സമയത്തും അത് അങ്ങനെ തന്നെ ചേർന്നിരിക്കും. ഇതുപോലെ പരസ്പരം ഇങ്ങനെ വിട്ട് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിലാവുന്ന പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. വെള്ളമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വേണം നമ്മളിതുപോലെ ഒന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനൊന്ന് വറുത്തെടുത്തിട്ടുള്ളത്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം മറ്റൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ അതേ കടായിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ അളവിൽ കൂടി എണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ ഉഴുന്നെടുത്തിട്ടുണ്ട് ഞാൻ. അത് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കൂടെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പരിപ്പും കൂടിയാണ്. 3 ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്നെടുക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം മതിയാവും കടലപ്പരിപ്പ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്ത് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും കേട്ടോ. മീഡിയം എന്ന് പറയുന്നത് ഒരുപാട് ഫ്ലെയിം വേണ്ട. ഒരല്പസമയം ഒന്ന് വറുത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ഉഴുന്നിൻ്റെയും കടലപ്പരിപ്പിൻ്റെയും ആ ഒരു കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മാറ്റി തുടങ്ങും. ഈ ഒരു രീതിക്ക് നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും പിന്നെ വേണ്ടതാണ് ചെറിയൊരു പീസ് അളവിൽ പുളിയും കൂടി, ഒരു നെല്ലിക്കയുടെ പകുതി അളവിലാണ് കേട്ടോ. അത്യാവശ്യം വലിയ നെല്ലിക്കയുടെ പകുതി അളവിൽ എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയൊരു പീസ് അളവിൽ മതിയാവും. കൂടെ തന്നെ ഒരു 10-12 വറ്റൽമുളകും കൂടി ചേർക്കുകയാണ്. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വറ്റൽമുളകെല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണം കേട്ടോ. അതുപോലെ ഒന്ന് വറുക്കണം നമുക്ക്. നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റ് വറ്റൽമുളക് ചേർത്തിട്ട് ഇതുപോലെ വറുത്തെടുക്കുമ്പോഴാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ വറ്റൽമുളകില്ല, മുളക് പൊടിയേ ഉള്ളൂ എങ്കിൽ നമുക്കത് ചേർക്കാവുന്നതാണ്. എങ്കിൽ പിന്നെ മുളക് പൊടി ചേർത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് വറുത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് അങ്ങ് എടുത്തേക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ്.
ഒരല്പസമയം വറുത്തെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ വറ്റൽമുളകെല്ലാം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടതാണെന്ന് വെച്ചാൽ ഇതൊന്ന് നമുക്കൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് വീണ്ടും അതേ കടായിലേക്ക് തന്നെ 1 ടീസ്പൂൺ അളവിൽ കൂടി വെളിച്ചെണ്ണ ചേർക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതുപോലെ കുറച്ച് വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 7-8 വെളുത്തുള്ളി അല്ലിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വലുതിൽ ചെറിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു 15ഓളം വെളുത്തുള്ളി അല്ലി നമുക്ക് എടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് ഞാനൊന്ന് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഇതിൻ്റെ ഉൾഭാഗം എല്ലാം നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടാനായിട്ടാണ് ഞാനിതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ വറുത്തെടുത്തതിൻ്റെ കൂടെ നമ്മളിപ്പോൾ വെളുത്തുള്ളി ഇട്ട് വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ വെളുത്തുള്ളി കുറച്ച് സമയം എടുക്കും ഒന്ന് മുരിഞ്ഞ് കിട്ടാനായിട്ട്. പക്ഷേ ബാക്കിയുള്ള ചേരുവകളൊക്കെ പെട്ടെന്ന് വറന്നു പോകും. അതിൻ്റെ പേരിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് വറുത്തെടുക്കുന്നത്. ഇതുപോലെ ഈ ഒരു രീതിക്ക് വേണം കേട്ടോ നമ്മുടെ ഈ വെളുത്തുള്ളിയിലെല്ലാം നമ്മളൊന്ന് വറുത്തെടുക്കാനായിട്ട്. നല്ലൊരു ഗോൾഡൻ ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ നമ്മുടെ ഈ കറിവേപ്പിലയും അതുപോലെ തന്നെ കടലപ്പരിപ്പും ഉഴുന്നും വറ്റൽമുളകും വെളുത്തുള്ളിയും എല്ലാം ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷമാണ് കേട്ടോ മാറ്റിയിട്ടുള്ളത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും കൂടിയാണ്. ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ വറുത്ത് പൊടിച്ച ചെറിയ ജീരകം ഇല്ലാന്നുണ്ടെങ്കിൽ പകരം നമ്മളിതിലേക്ക് ഉഴുന്നും അതുപോലെ തന്നെ കടലപ്പരിപ്പൊക്കെ വറുക്കുന്ന ആ ഒരു സമയത്ത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുഴുവൻ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതും ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ സാമ്പാർ കായം തന്നെയാണ്, അതും കൂടി ചേർക്കാം. സാമ്പാർ കായം മസ്റ്റായിട്ട് ചേർത്തേക്കണം, സ്കിപ്പ് ചെയ്യരുത്. കൂടെ തന്നെ പിന്നെ വേണ്ടതാണ് ചെറിയൊരു പീസ് അളവിൽ ഇതുപോലെ ഒരല്പം അരിഞ്ഞെടുത്ത ശർക്കരയും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇത് കാണുമ്പോൾ കുറച്ച് നിറയെ ഉണ്ടെങ്കിലും നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ, പകുതിയോളം അളവിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ശർക്കര ഈ ഒരു അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും, ഒരുപാട് ചേർക്കരുത് കേട്ടോ. ഇതുപോലെ ഒരല്പം ഉപ്പും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. ഉപ്പ് ആദ്യം കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. പൊടിഞ്ഞ് വന്നതിന് ശേഷം പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഇതിനനുസരിച്ചിട്ട് നമ്മൾ ചേർക്കാൻ വേണ്ടി നിൽക്കരുത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. തീരെ ഫൈൻ പൗഡർ പോലെ ആകേണ്ട ആവശ്യമില്ല, ചെറിയ ചെറിയ തരിതരിപ്പോട് കൂടി തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. ഇതുപോലെ നല്ല തരിതരിപ്പോട് കൂടി ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം കേട്ടോ നമുക്ക് പൊടിഞ്ഞ് കിട്ടാനായിട്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിവേപ്പില പൊടി ആയിരിക്കും എന്ന്. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ആ പുളിയും അതുപോലെ തന്നെ എരിവൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. ആ ചെറിയൊരു മധുരമൊക്കെ ഉണ്ട്, സൂപ്പറായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവർ കൂടുതലായിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു 3 വെളുത്തുള്ളി അല്ലി ഞാൻ തോടോടുകൂടി തന്നെ ഒന്ന് ചതച്ചതിന് ശേഷം എണ്ണയിലിട്ടൊന്ന് വറുത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൂടി നമുക്ക് ലാസ്റ്റിലൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനിയിപ്പോൾ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഒന്നും ഒരുപാട് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മളിത് പൊടിച്ചെടുത്തതിൻ്റെ ആ ഒരു ചെറിയൊരു ചൂടും കൂടി ഇപ്പോൾ ഉണ്ട്, ബാക്കിയുണ്ട്. അതും കൂടി കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ ഒരു എയർടൈറ്റ് ബോട്ടിലാക്കി ഇതൊന്ന് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. പുറത്താണെങ്കിൽ പുറത്ത് വെക്കാം, കൂടുതൽ ദിവസം ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ നമ്മളൊന്ന് വെക്കണം കേട്ടോ. ഏകദേശം ഒരു 2 മാസം വരെ നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ ദോശയുടെ കൂടെ ആണെന്നുണ്ടെങ്കിൽ ഇതിന്നൊരല്പം പൊടി, നമുക്ക് ആവശ്യമുള്ള ഒരല്പം പൊടിയും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ മിക്സ് ചെയ്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് ആ ഒരു സമയം മിക്സ് ചെയ്ത് കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചോറിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഈ ഒരു പൊടി ഒരല്പം എടുത്ത് ചോറിലിട്ട് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കൂ, നല്ല സൂപ്പറായിട്ടുണ്ടാവും. കുട്ടികൾക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തേക്കാനായിട്ട് നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ കറിവേപ്പിലയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്.